കഴിഞ്ഞ ദിവസം പുന്നപ്ര പാടശേഖരത്തിൽ ഷോക്കേറ്റ് മരണപ്പെട്ട മധ്യവയസ്കന്റേത് കൊലപാതകമെന്നും സംശയം. സംഭവവുമായി ബന്ധപ്പെട്ട അമ്പലപ്പുഴ പോലീസ് 3 പേരെ കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി ഷാജഹാനുണ്ട്. ഷാജഹാൻ, കൊലപാതകം തന്നെ എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? ഇത് ആരെയൊക്കെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്? മറ്റു വിവരങ്ങൾ എന്തെല്ലാമാണ്? തീർച്ചയായിട്ടും ഇതൊരു കൊലപാതകം തന്നെ എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ 3 പേരെയും സംഭവ സ്ഥലത്ത് കൊണ്ടുവന്ന് പോലീസ് തെളിവെടുപ്പ് നടത്തുന്നത്. പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ 18ാം വാർഡിലാണ് ദിനേശൻ കഴിഞ്ഞ ദിവസം പാടശേഖരത്തിൽ മരിച്ചു കിടന്നതായിട്ട് കാണപ്പെട്ടത്. അതിനുശേഷം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ആ പരിസരത്തെങ്ങും ഷോക്കേറ്റ് മരിച്ചതിന്റെ ലക്ഷണങ്ങളൊന്നും ഉണ്ടായില്ല. ഷോക്കേറ്റ് മരിച്ച നിലയിലായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് വ്യക്തമായിരുന്നു. അതിനുശേഷം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കാര്യങ്ങൾ വ്യക്തമാകുന്നത്. ഇയാളെ ദിനേശനെ കൊലപ്പെടുത്തിയത് ഇതിന് തൊട്ട് സമീപത്തെ വീട്ടിലെ കിരണാണ്. കിരണിന്റെ അമ്മയുമായിട്ട് സമീപ വീട്ടിലുണ്ടായിരുന്ന ദിനേശിന് അവിഹിത ബന്ധമുണ്ടായിരുന്നു. ഇത് പലതവണ കിരൺ അദ്ദേഹത്തെ താക്കീത് ചെയ്തിരുന്നു. പക്ഷേ വീണ്ടും ഇയാൾ ഇത്തരത്തിൽ അവിഹിത ബന്ധം തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് വീടിന് ചുറ്റും കറണ്ട് ലൈൻ ഇട്ടത്. ഇതിൽ തട്ടി ഇയാൾ മരണപ്പെടുകയായിരുന്നു. ദിനേശൻ മരണപ്പെടുകയായിരുന്നു. അത് ശനിയാഴ്ചയാണ് ദിനേശൻ മരണപ്പെട്ടത്. അതിനുശേഷം കിരണിന്റെ പിതാവും ചേർന്ന് ഇയാളുടെ മൃതദേഹം തൊട്ട് സമീപത്തുള്ള ഒരു പാടശേഖരത്തിൽ കൊണ്ട് കളയുകയായിരുന്നു. അതിനുശേഷമാണ് ഇയാൾ ഷോക്കേറ്റ് മരിച്ചു എന്നുള്ള നിലയിൽ വാർത്ത വരികയും പോലീസിൽ അത്തരം പരാതി ലഭിക്കുകയും ചെയ്തത്. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് സാധാരണഗതിയിൽ ഷോക്കേറ്റ് മരിച്ചതല്ലെന്നും അമ്മയുമായിട്ടുള്ള അവിഹിതം കണ്ട മകൻ കൊലപ്പെടുത്തിയതാണ് എന്ന് പോലീസിന് സ്ഥിരീകരണം വന്നത്. അതിനുശേഷം ഇന്ന് ഉച്ചയ്ക്ക് മുൻപായിട്ട് ഈ കിരണിനെയും പിതാവിനെയും കിരണിന്റെ അമ്മയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അമ്പലപ്പുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കസ്റ്റഡിയെടുത്തത്. അതിനുശേഷം ചോദ്യം ചെയ്യലിൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. പിന്നീട് ഏതാണ്ട് അല്പസമയം മുൻപാണ് ഈ വീട്ടിലും പരിസരത്തും ഒക്കെ തന്നെ ഈ പ്രതികളുമായിട്ടെത്തി പോലീസ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഷാജഹാൻ, 3 പേരെയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇതിൽ ആരായിരിക്കും പ്രധാന പ്രതി എന്നത് സംബന്ധിച്ച വിവരങ്ങൾ വല്ലതും വ്യക്തമാണോ? തീർച്ചയായിട്ടും ഇതിലെ പ്രധാന പ്രതി എന്ന് പറയുന്നത് മകൻ കിരൺ തന്നെയാണ്. കിരൺ പലതവണ അമ്മയുടെ അവിഹിതത്തെ ചോദ്യം ചെയ്തുകൊണ്ട് വീട്ടിലെത്തുന്ന ദിനേശനെ താക്കീത് ചെയ്തിരുന്നു. പലതവണ താക്കീത് ചെയ്തിട്ടും ദിനേശൻ അത് വകവയ്ക്കാൻ തയ്യാറായിരുന്നില്ല. കിരൺ ഇല്ലാത്ത സമയങ്ങളിലൊക്കെ തന്നെ ഇയാൾ വീട്ടിലെത്തുമായിരുന്നു. ഇത് നിരന്തരം ഒരു ശല്യമായി തീർന്നതോടെയാണ് കിരൺ വീടിന് സമീപത്ത് ലൈൻ കമ്പിയിട്ട് കറണ്ട് ഷോക്ക് അടിക്കത്തക്ക തരത്തിൽ ക്രമീകരണങ്ങൾ നടത്തുകയും അതിൽ തട്ടി ദിനേശൻ മരണപ്പെടുകയും ചെയ്തത്. അതിനുശേഷം മരണപ്പെട്ടു എന്നറിഞ്ഞതിന് ശേഷം ഇയാളുടെ മൃതദേഹം അച്ഛനും കൂടി ചേർന്ന് സമീപത്തുള്ള പാടശേഖരത്തിൽ കൊണ്ട് ഉപേക്ഷിക്കുകയായിരുന്നു. അതിനുശേഷമാണ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇത് ഒരു കൊലപാതകമാണെന്നും ഇതിൽ പ്രതികൾ ഇവർ 2 പേരുമാണെന്നും ബോധ്യപ്പെടുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ അമ്മയും മകനെയും ഭർത്താവിനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും സംഭവ സ്ഥലത്ത് കൊണ്ടുവന്ന് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഷാജഹാൻ, തെളിവെടുപ്പ് ഏത് മേഖലകൾ കേന്ദ്രീകരിച്ചാണ്? വീടും സമീപ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചാണോ? തീർച്ചയായിട്ടും ഈ സംഭവം നടന്നത് ദിനേശന്റെ വീടിന്റെ തൊട്ട് സമീപത്ത് തന്നെയാണ് ഈ കൊലപാതകം നടന്നത്. അതുകൊണ്ട് തന്നെ ആ പരിസരങ്ങളിലാണ് ഇപ്പോൾ പോലീസ് അമ്പലപ്പുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതികളുമായി എത്തി തെളിവെടുപ്പ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഫോറൻസിക് ഉദ്യോഗസ്ഥരും മറ്റും സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവരും ഇവിടെ പരിശോധന നടത്തി വരികയാണ്. കഴിഞ്ഞ ദിവസം പുന്നപ്ര പാടശേഖരത്തിൽ ഷോക്കേറ്റ് മരണപ്പെട്ട മധ്യവയസ്കന്റേത് കൊലപാതകമെന്ന് സംശയം. സംഭവവുമായി ബന്ധപ്പെട്ട് അമ്പലപ്പുഴ പോലീസ് 3 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വിവരങ്ങൾ പങ്കുവെക്കുകയാണ് ഷാജഹാൻ. ഇപ്പോൾ തെളിവെടുപ്പ് തുടരുകയാണ്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പോലീസ് എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ ഒരു കാര്യങ്ങളും വ്യക്തമാക്കിയിട്ടില്ല. നമുക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് സംഭവ സ്ഥലത്തെത്തി എന്നറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എത്തിയപ്പോഴാണ് പോലീസ് ഇവിടെ എത്തുകയും ഇത്തരത്തിൽ ഇവരുടെ തെളിവെടുപ്പ് നടത്തുന്ന കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെട്ടത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഇതൊരു കൊലപാതകമാണെന്ന് പോലീസ് നമ്മോട് അനൗദ്യോഗികമായിട്ട് പറഞ്ഞത്. ഇപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതികളുമായിട്ട് സംഭവ സ്ഥലത്ത് പരിശോധന നടത്തുന്നത്. ഷാജഹാൻ, ഈ പ്രദേശവാസികൾ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഷാജഹാനോട് വ്യക്തമാക്കിയിട്ടുണ്ടോ? പ്രതികരിച്ചിട്ടുണ്ടോ? ഇല്ല, പ്രദേശവാസികളൊക്കെ തന്നെ ഇപ്പോൾ ഈ സംഭവം പോലീസുമായിട്ട് ഏതാണ്ട് ഒരു 10 മിനിറ്റിനുള്ളിലാണ് ഇവിടെ എത്തിയത്. എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞ നാട്ടുകാരൊക്കെ തന്നെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കും ഇക്കാര്യങ്ങളിൽ നിന്നൊരു വ്യക്തത ഉണ്ടായിരുന്നില്ല. പാടത്ത് മരണപ്പെട്ടു എന്നുള്ളൊരു ഷോക്കേറ്റ് മരിച്ചു എന്നൊരു സംശയം മാത്രമായിരുന്നു പോലീസിനുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴാണ് പോലീസിന്റെ
ഈ പ്രതികളുമായി എത്തിയതോടെ കാര്യങ്ങളൊക്കെ തന്നെ നാട്ടുകാർക്കും ബോധ്യപ്പെട്ടു തുടങ്ങുന്നത്. ഷാജഹാൻ, ഈ കൊലപാതകം എന്ന് സംശയിക്കാനുള്ള കാരണങ്ങൾ എന്തെല്ലാം എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്? പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും ഒരു മരണം നടന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം നടത്തുകയും ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇതൊരു ഷോക്കേറ്റ് മരണം എന്നാണ് പോലീസിന് പ്രാഥമിക വിവരം ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് മൃതദേഹം കിടന്ന സ്ഥലവും മറ്റും പരിശോധിച്ചപ്പോൾ അതിന് സമീപത്തെങ്ങും ഷോക്കേറ്റ് മരിക്കാനുള്ളൊരു സാധ്യത കാണപ്പെട്ടില്ല. അതോടെ പോലീസിന് സംശയം വരികയും പോലീസ് ഇയാളെ കുറിച്ച് അന്വേഷിക്കുകയും പരിസരത്ത് വന്ന് അന്വേഷിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ കാര്യങ്ങൾ പോലീസിൽ വ്യക്തമാകുകയും ഇതൊരു കൊലപാതകമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തത്. അമ്പലപ്പുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിലാണ് ഇതൊരു കൊലപാതകം, അത് സ്വാഭാവികമല്ല ഒരു കൊലപാതകം എന്നുള്ള രീതിയിലേക്ക് പോലീസിന് കണ്ടെത്താൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസം പുന്നപ്ര പാടശേഖരത്തിൽ ഷോക്കേറ്റ് മരണപ്പെട്ട മധ്യവയസ്കന്റേത് കൊലപാതകമെന്ന സംശയം വിവരങ്ങളാണ് ഷാജഹാൻ പങ്കുവയ്ക്കുന്നത്. ഷാജഹാൻ, ഈ 3 പേരാണ് കസ്റ്റഡിയിലുള്ളത്. അവരുടെ മറ്റുള്ളവരുടെ, അതായത് മുഖ്യപ്രതി ഒഴികെ ബാക്കിയുള്ളവരുടെ പേര് വിവരങ്ങൾ ലഭ്യമാണോ? അത് സംബന്ധിച്ച് നമുക്ക് മാധ്യമങ്ങളോട് അല്ലെങ്കിൽ പുറത്ത് പറയാൻ പറ്റുന്ന വിവരങ്ങളാണോ? തീർച്ചയായിട്ടും നമുക്ക് അത്തരം കാര്യങ്ങളൊന്നും തന്നെ പോലീസിൽ നിന്നും വ്യക്തമായിട്ടില്ല. പോലീസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഭവ സ്ഥലത്തെത്തി ഇപ്പോൾ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അന്വേഷണത്തിന് ശേഷം ഒരുപക്ഷെ പോലീസ് മാധ്യമങ്ങളോട് പങ്കുവെക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും ഈ പരിസരത്തൊക്കെ തന്നെ ഇയാളെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് പോലീസിന് കൂടുതൽ തെളിവുകൾ ആവശ്യമുണ്ട്. അതിന്റെ സാധ്യതകളാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ തെളിവെടുപ്പ് ഏത് നിലയിലാണ് പുരോഗമിക്കുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ ഷാജഹാൻ? അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ നമുക്ക് പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭ്യമായിട്ടില്ല. പോലീസ് ഇക്കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമാക്കിയിട്ടുമില്ല. പക്ഷെ എന്നാലും ഈ പ്രതികളുമായിട്ട് സംഭവ സ്ഥലത്തെത്തുകയും ഇവിടെ ഇയാൾ കൊലപ്പെടുത്തിയത് ഏത് തരത്തിലാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പരിശോധനയിൽ പോലീസ് എന്താണോ ഉദ്ദേശിക്കുന്നത് അത്തരം കാര്യങ്ങൾ പോലീസിന് ലഭ്യമായാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും പോലീസ് പറയാൻ തയ്യാറാകുള്ളൂ. പക്ഷേ ഇപ്പോൾ അമ്പലപ്പുഴ ഡിവൈഎസ്പിയുടെ പോലീസ് സംഘം ഇവരുമായി ഈ സംഭവ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തെളിവെടുപ്പ് തുടങ്ങിയിട്ട് ഏകദേശം എത്ര സമയമായിട്ടുണ്ടാകാം? തെളിവെടുപ്പ് പൂർത്തിയാകാനുള്ള സാഹചര്യമായിട്ടുണ്ടോ? അത് പോലീസിൽ നിന്ന് മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ എത്ര സമയം കൊണ്ടാണ് തെളിവെടുപ്പ് പൂർത്തിയാകുക എന്നുള്ളത്. പക്ഷേ എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പുന്നപ്ര പാടശേഖരത്തിൽ ഷോക്കേറ്റ് മരണപ്പെട്ട മധ്യവയസ്കന്റേത് കൊലപാതകമെന്ന സംശയവുമായി ബന്ധപ്പെട്ട് അമ്പലപ്പുഴ പോലീസ് 3 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിവരങ്ങളാണ് ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് പങ്കുവയ്ക്കുന്നത്. ഷാജഹാൻ, ഇത് കൊലപാതകമാണെന്ന് സംശയിക്കാൻ പ്രദേശവാസികൾ അടക്കമുള്ളവർ പോലീസിൽ ഏതെങ്കിലും തരത്തിലുള്ള മൊഴികൾ നൽകിയിട്ടുണ്ടോ? അങ്ങനെ സംബന്ധിച്ച് എന്തെങ്കിലും നമുക്ക് ലഭ്യമായിട്ടുണ്ടോ വിവരങ്ങൾ? അത്തരത്തിൽ പ്രദേശവാസികളുടെ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലല്ല ഈ കേസ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തന്നെയാണ് പ്രദേശവാസികൾക്ക് പോലും ഇക്കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ വ്യക്തത ഉണ്ടായിരുന്നില്ല. ഇത്തരത്തിൽ ഷോക്കേറ്റ് മരണപ്പെട്ട ഒരാളുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തതിനു ശേഷം അത് സ്ഥിരീകരിക്കുകയും ആ പരിസരത്ത് ഷോക്കേറ്റതിന്റെ ലക്ഷണങ്ങളൊന്നും കാണാതെ വരികയും ചെയ്ത സാഹചര്യത്തിൽ അമ്പലപ്പുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് ഒരു കൊലപാതകമാണ്, ഇത്തരത്തിലൊരു അവിഹിത ബന്ധമാണ് ഈ കൊലപാതകത്തിൽ കലാശിച്ചത് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വരികയും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പോലീസും അതോടൊപ്പം തന്നെ ഡിവൈഎസ്പിയും ഒക്കെ സംഭവ സ്ഥലത്തെത്തുകയും പ്രതികളുമായിട്ട് ഈ പരിസരത്താകെ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഇതിൽ നിന്നും പോലീസിന് ചില തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതെന്താണെന്നുള്ളത് പോലീസ് അറിയുന്നില്ല. പക്ഷെ അത്തരം തെളിവുകൾ കൂടി ശേഖരിച്ച ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാവുകയുള്ളൂ. ശരി ഷാജഹാൻ, കഴിഞ്ഞ ദിവസം പുന്നപ്ര പാടശേഖരത്തിൽ ഷോക്കേറ്റ് മരണപ്പെട്ട മധ്യവയസ്കന്റേത് കൊലപാതകമെന്ന സംഭവവുമായി ബന്ധപ്പെട്ട അമ്പലപ്പുഴ പോലീസ് 3 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിവരങ്ങളാണ് ഷാജഹാൻ പങ്കുവയ്ക്കുന്നത്.